ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ ഇവിടെ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നത്. നല്ല ചൂടുള്ള വെയിൽ തന്നെയായിരുന്നു, ശരിക്കും വേനൽക്കാലം പോലെ. അപ്പോൾ ഇത്രയൊക്കെ മഴ ഉണ്ടായി എന്ന് പറഞ്ഞാലും നമുക്ക് ഫാൻ ഇല്ലാണ്ട് പറ്റില്ല, ചൂടുണ്ട് കേട്ടോ. അങ്ങനെ അതായത് ഒരു തണുപ്പ് അങ്ങനെ വന്നു തുടങ്ങിയിട്ടൊന്നുമില്ല. നല്ല പെരുമഴ പോലെയൊക്കെ മഴ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തേക്ക് അങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. തൃശ്ശൂരൊക്കെ അത്യാവശ്യം നമ്മളിപ്പോൾ ഇന്നലെയൊക്കെ ചെറിയ മഴയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂരൊക്കെ അപ്പോഴും നല്ല മഴയാണ് പറഞ്ഞു. പിന്നെ അനിയൻ്റെ ഭാര്യ വീടിൻ്റെ അവിടെയും നല്ല മഴയാണെന്നൊക്കെ അവൾ വിളിച്ചപ്പോഴും പറഞ്ഞു കേട്ടോ. നിന്നിട്ടില്ല, മഴ കാലത്ത് തുടങ്ങിയതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ അമ്മ ഡ്രസ്സിങ്ങിനൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഡ്രസ്സിങ്ങിനൊക്കെ മുന്നേ ഡോക്ടറെ കാണാനൊക്കെ എത്തിയത് കേട്ടോ. അപ്പോൾ ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമില്ല, ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പോൾ സോഡിയത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഗുളിക കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇനി ഒരാഴ്ച ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഡ്രസ്സിങ് ഇന്നത്തെയും കൂടി ഇവിടെ ചെയ്തിട്ട് നാളെ മുതൽ വീട്ടിൽ ചെയ്തോളൂ. കുറച്ചും കൂടി ഉള്ളിലും മുറിവ് ഉണങ്ങാനായിട്ടുണ്ട്, അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്നലെ കുറച്ച് ഉഷാറൊക്കെ ആയി അമ്മ നടക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്ന് അമ്മയുടെ പിറന്നാളാണ് കേട്ടോ. അമ്മയുടെയും അതുപോലെ ഏട്ടൻ്റെയും പിറന്നാളാണ്. അപ്പോൾ ഒരേ ദിവസമാണ് രണ്ടുപേരുടെയും പിറന്നാൾ വരുന്നത്. അപ്പോൾ നമുക്കതൊരു ഓർമ്മയാണല്ലോ. ഏട്ടൻ്റെ പിറന്നാൾ ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് പിറന്നാളിനെന്ന് പറഞ്ഞാൽ അമ്മയും ഏട്ടനും സർപ്രൈസായിട്ട് അനിയൻ്റെ വൈഫ് കേക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് അമ്മയും അവളും കൂടി ഇങ്ങോട്ട് വന്നിട്ടാണ് ഇവിടെ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ആഘോഷിച്ചതാണ്. അത് അവസാനത്തെ എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ അതൊരു വിഷമം തന്നെയാണ് നമുക്ക് പിറന്നാൾ വരുമ്പോൾ. അപ്പോൾ അമ്മയുടെ പിറന്നാൾ വരുമ്പോൾ എന്തായാലും നമ്മൾ അല്ലെങ്കിലും ഏട്ടനെ ഓർക്കില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഏട്ടൻ്റെ ആ പിറന്നാൾ നമ്മളെപ്പോഴും ഓർത്തും കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഇന്നലെ അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ചൊക്കെ നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം തോന്നി, ഇന്ന് പിറന്നാളിൻ്റെ അന്ന് അമ്മയെ കൊണ്ടുപോയിട്ടൊന്ന് ഗുരുവായൂർ തൊഴിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ എന്നോട് നമ്മുടെ റിലേഷനിലെ കസിൻ ചേട്ടനൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട, അവിടെ നല്ല തിരക്കാണ്, അപ്പോൾ നീ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് നിൽക്കണ്ട, ചെന്ന് കഴിഞ്ഞാൽ അവിടെ പിന്നെ അമ്മയ്ക്ക് എപ്പോഴാണ് ഷുഗർ കുറയുക എന്താണെന്ന് അറിയില്ല, നിനക്ക് തന്നെ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലതൊരു പേടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, നോക്കാം, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയുണ്ട് അമ്മയുടെ കണ്ടീഷൻ നോക്കട്ടെ, അതനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഇന്നലത്തെ അത്ര ഉഷാറില്ല അമ്മയ്ക്ക്, എന്നാലും കുഴപ്പമില്ല, ഒരു ഇത്തിരി ഇതിലൊക്കെ നടക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഗുരുവായൂർക്ക് പോവാം, അമ്മയുടെ പിറന്നാളാണ്, അപ്പോൾ ഇന്ന് ഗുരുവായൂർ പോയി തൊഴാമെന്ന് വെച്ചിട്ടാണ്. ആഗ്രഹം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ പോയി നോക്കാം, വയ്യ എന്നാലും പോയി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, വൈശാഖ മാസമൊക്കെ അല്ലേ, അപ്പോൾ ഇപ്പോൾ പോയി തൊഴുന്നതും ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ എൻ്റെ കളിക്കൂട്ടുകാരി ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നതെന്ന് പറഞ്ഞ പോലെ, പണ്ടുള്ളവർ പറയുന്ന പോലെ ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിൽ ഉണ്ട് വളർന്നതാണ് ഞങ്ങൾ, അത്രയും കൂട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക്, അവൾ എൻ്റെ വീട്ടിലും വന്നിരിക്കും. അപ്പോൾ ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവളുടെ അമ്മ മരിച്ചു. അപ്പോൾ പിന്നെ എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്താണ് അവൾക്ക് എന്നേക്കാൾ കൂടുതലെന്ന് പറഞ്ഞ പോലെ അവൾ അമ്മോട് ഒന്നും കൂടി ഒരു ഇതാണ് കേട്ടോ, അടുപ്പം. അങ്ങനെയാണ്, എന്തുണ്ടെങ്കിലും അമ്മോട് പറയാനും അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാനും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അവൾ നാട്ടിലെല്ലാവരും ഗുരുവായൂർ പടിഞ്ഞാറ് നടക്കിലാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക്, അതായത് എൻ്റെ അമ്മയുടെ ആ വീട്ടിലേക്ക് അവൾ വന്നിട്ട് അമ്മേനെ കണ്ടിട്ട് പോവാറുണ്ട്. ഞാനും അവളും തമ്മിൽ ഇടയ്ക്കൊക്കെ കാണുള്ളൂ, പക്ഷേ അവൾ വന്നിട്ട് കണ്ടിട്ട് പോവാറുണ്ട്. അമ്പലത്തേക്ക്, ഇരുന്നലങ്കോട് അമ്പലത്തേക്കൊക്കെ തൊഴാൻ വരുമ്പോൾ അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടൊക്കെയാണ് അവൾ പോവുള്ളൂ. അപ്പോൾ അത് സ്ഥിരം അങ്ങനെ വരുന്നതാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ ഞങ്ങൾ എപ്പോഴെങ്കിലും വിളിക്കുന്നല്ലാതെ അങ്ങനെ എപ്പോഴും വിളിക്കൊന്നുമില്ല. മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കും, ആവശ്യങ്ങൾക്കൊക്കെ അയക്കും. ഇവിടെ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച സമയത്ത് അവൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനെ കൂട്ടാണ്, കുറച്ച് വെച്ചിട്ട് ഞാൻ ആരോടും അധികം മിണ്ടാതെയൊക്കെ ആയത്. നമ്മുടെ ലൈഫിൽ ഓരോ ട്രാജഡികൾ സംഭവിക്കുമ്പോൾ നമുക്ക് ആരോടും അങ്ങനെ മിണ്ടാനൊന്നും ഇഷ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ കുറച്ച് അവളായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ കുറഞ്ഞത് കേട്ടോ. എന്നാൽ ആ കൂട്ട് അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അവൾ ഇന്നലെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അമ്മയുടെ പിറന്നാളാണ് നാളെ, ഗുരുവായൂർക്ക് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പറ്റിയാൽ അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കൊണ്ടുപോയി തൊഴിപ്പിച്ച് കൊണ്ടുവരണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ പറഞ്ഞു, എന്നാൽ നീ വരുന്നുണ്ടെങ്കിൽ എനിക്ക് വിളിക്ക്, നമുക്കതനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവൾക്ക് ഇന്നലെ വിളിച്ച് പറഞ്ഞു പോവാമെന്ന് വിചാരിക്കുന്നത്, നാളത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ, അതനുസരിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് കാലത്ത് അവൾ എനിക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വരുന്നുണ്ട് ഞങ്ങൾ, കുന്നംകുളം വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വടക്കാഞ്ചേരിയിൽ നിന്ന് ഓട്ടുപാറ, നമ്മുടെ ഓട്ടുപാറയിൽ നിന്ന് നമ്മൾ കുന്നംകുളം റോട്ടിൽ അങ്ങനെ പോണത് കേട്ടോ, കുന്നംകുളം വഴിക്കാണ് പോണത്. കേച്ചേരി വഴിക്കും പോകാൻ കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ കുന്നംകുളത്ത് എത്തിയപ്പോൾ ഞാൻ അവൾക്ക് വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കിഴക്കേ നടക്കൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിൽക്കാം, നിങ്ങൾ അവിടേക്ക് വന്നാൽ മതി, ഞാൻ ഫോൺ എടുക്കണില്ല, അപ്പോൾ അവിടേക്ക് വന്നാൽ നമുക്ക് അവിടെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കിഴക്കേ നടക്കലേക്ക് നടക്കുമ്പോൾ മഞ്ജുളാലിൻ്റെ അത് കൂടെ കടത്തി വിടണില്ല. നമ്മൾ പടിഞ്ഞാറേ നടക്കിൽ കൂടെ വന്നിട്ട് റൗണ്ട് അടിച്ചിട്ട് വന്നിട്ടാണ് കിഴക്കേ നടക്കിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ വൺ വേ പോലെ ആക്കിയൊക്കെയാണ് ഈ കിഴക്കേ നടക്കരുത്. ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പണി നടക്കുന്നുണ്ട് കണ്ടോ. കിഴക്കേ നടക്കലിൻ്റെ ആ ഒരു ഗേറ്റ് പോലെ വെച്ചിട്ടില്ല, അതിൻ്റെ അപ്പുറത്താണല്ലോ വാഹന പൂജയൊക്കെ ചെയ്യുക, അവിടെ പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി അമ്മേനെ അവിടെ ഇറക്കിയിട്ട് ഞാൻ മെല്ലെ നടത്തി കൊണ്ടുപോയി. അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ അവൾക്ക് പരിചയമുള്ളൊരു കടണ്ട് അവിടെ വെച്ചു. അതിന് ശേഷം അപ്പോഴാണ് അമ്മയുടെ പിറന്നാളാണല്ലോ, ഒന്നും പ്രസൻറ്റേഷൻ വാങ്ങിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു അവൾ. എന്നിട്ടൊരു മുണ്ടമ്മേനെ പൊന്നാട് അണിയിക്കുന്ന പോലെ ഒരു മുണ്ടൊക്കെ അമ്മയ്ക്ക് മേത്ത് ഷാള് പോലെ ഇട്ട് കൊടുത്തു കേട്ടോ. അതവൾ വാങ്ങിച്ചിട്ട് വന്നു. അവളുടെ വീട്ടിൽ അവൾ ചെറുതായിട്ടൊരു സദ്യ ഒരുക്കാം, അവിടുന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പറ്റിയാൽ ഇവിടുന്ന് കഴിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ പോണ വഴിക്ക് വല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കും. ഞാൻ അവിടെ വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ട് ഞാൻ പോയേക്കണത് കേട്ടോ. അപ്പോൾ അവിടെ ഇതായി ഡാൻസ് പരിപാടി നടന്നുകൊണ്ടിരിക്കാൻ മേൽപ്പത്തൂരിൽ. അപ്പോൾ അവിടേക്ക് കുട്ടികളൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അതൊക്കെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ. ആ കഴിഞ്ഞ് ഞങ്ങൾ പോയി ഉള്ളിലേക്ക് കടന്നു. നല്ല തിരക്ക് തന്നെയായിരുന്നു. അപ്പോൾ അവിടുന്ന് തൊഴുത് നടക്കിലേക്ക് എത്തുന്ന വാതിൽ പോലെ ഉണ്ടല്ലോ, അവിടെ എത്തണ സമയത്ത് അമ്മയ്ക്ക് ചെറുതായിട്ട് ഷുഗറൊക്കെ കുറഞ്ഞു. എനിക്ക് തൊട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മിഠായി വല്ലതും കയ്യിലുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇല്ല. അപ്പോൾ എന്തേ ചോദിച്ചു. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ടിൽ തൊഴാൻ നിൽക്കുന്ന ആൾക്കാർ നല്ലൊരു ആൾക്കാരായിരുന്നു കേട്ടോ, നമ്മൾ അറിയുന്നവരൊന്നല്ല. അപ്പോൾ അവനെ പറഞ്ഞു, ചേട്ടാ അങ്ങനെ അമ്മയ്ക്ക് ഷുഗർ കുറഞ്ഞു, മിഠായി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഒട്ടും വിഷമിക്കേണ്ട, എൻ്റെ ചെറിയമ്മ കൂടെ ഉണ്ട്, ചെറിയമ്മയ്ക്കും ഷുഗർ ഉള്ളതാണ്, ഇപ്പം തരാം ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ചെറിയമ്മ വിളിച്ചു. അവിടുന്ന് കൽക്കണ്ടം ഒരു ഡബയിലാക്കിയിട്ട് ആ അമ്മൂമ്മ പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് തന്നു. നമ്മുടെ കയ്യിലേക്ക് കൊട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് വായിലിട്ടോളൂ, കുഴപ്പമില്ല, നമ്മൾ നടക്കിലേക്ക് എത്താറായി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുവിധം ഞാൻ അമ്മയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി നടക്കിൽ തൊഴുതു. നടക്കിലേക്ക് ചെല്ലുമ്പോഴത്തേനും നമ്മളതിനെ ആട്ടി വിടണ പോലെയാണല്ലോ, കിടക്കും അങ്ങോട്ട് പോവോ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ദേഷ്യം സങ്കടമൊക്കെ കൂടിയിട്ട് വന്നു. കാരണം ഞാൻ അമ്മേനെ അങ്ങനെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു, വയ്യാത്ത ഒരാളെയാണ് ഞാൻ കൊണ്ടുവരുന്നത്, എന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാല്ലേ ഞാൻ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരുന്നത്, ഒന്ന് തൊഴട്ടെ അവർ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ആ സ്ത്രീ മനസ്സിലായിട്ടോ, ഒരു സ്ത്രീയാണ്, ഒരു ലേഡിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ആയിക്കോട്ടെ തൊഴുതുള്ളൂ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ സുഖമായി തൊഴിപ്പിച്ചു. ചുറ്റി പ്രദക്ഷിണം വെച്ച് ഞങ്ങൾ പുറത്ത് വന്നു. അപ്പോഴത്തേനും ഞാൻ പ്രസാദമൊക്കെ വാങ്ങിച്ചാൽ പഴം ഉണ്ടായിരുന്നു, ഒരു പഴം അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ അമ്മ ഉഷാറായി. പക്ഷേ ഊണ് കഴിക്കാൻ നിന്നില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഊണ് കഴിക്കാൻ നിന്നില്ല, ഞങ്ങൾ അങ്ങനെ പോന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ കൂട്ടുകാരിയെ കണ്ടപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി. അമ്മ അവളെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്തു. പിന്നെ അമ്മ പറഞ്ഞു, എൻ്റെ മോൾ എന്നെ അങ്ങനെ കൊണ്ടുവന്ന്, എനിക്കിങ്ങനെ വയ്യ, നടക്കാൻ പോലും വയ്യ, എന്നാലും അവൾ എന്നെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തൊഴിപ്പിച്ചില്ലേ, എനിക്ക് ഇതിൽ പരം സന്തോഷം എന്താ ഉള്ളത് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും സങ്കടമായിട്ടോ. അങ്ങനെ നമ്മുടെ കൃഷ്ണനെക്കാൻ കുളിർക്കെ ഞാൻ കണ്ടു. ഒരുപാട് നാളായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2-3 പ്രാവശ്യം പോയിട്ട് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റിയില്ല, ആ ഒരു വിഷമം. അതുപോലെ എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും എൻ്റെ കൃഷ്ണനെ അറിയാം. അപ്പോൾ ഒരുപാട് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ട്, നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ട് കൃഷ്ണൻ. അതുകൊണ്ട് നമ്മൾ കണ്ടില്ലെങ്കിലും ഞാൻ അങ്ങനെ ചിന്തിക്കും, എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ സമാധാനമാണ്. പക്ഷെ അവിടെ ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു സമാധാനം മനസ്സിന് നമുക്ക് അത് ഓരോ ശാന്തത നമുക്ക് കിട്ടുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം, അത് പറയാൻ പറ്റാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. എത്ര നിന്നാലും നമുക്കവിടെ മതിയാവില്ല, എത്ര കണ്ടാലും മതിയാവില്ല. എന്നാലും കുറച്ചൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുക, അങ്ങനെ വീഡിയോ എടുത്തു എന്നുള്ളത് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സ്വന്തം ജോ.